ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. രാജ്യത്ത് ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ച് മോദി സർക്കാർ. അടുത്ത ജനറൽ സെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്താനാണ് തീരുമാനം. കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ദില്ലിയിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ജാതി സെൻസസ് പ്രത്യേകമായി നടത്തില്ലെന്നും സെൻസസിനൊപ്പം പൗരന്മാരുടെ ജാതി തിരിച്ചുള്ള കണക്കെടുക്കുമെന്നാണ് വിവരങ്ങൾ. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള തിരിച്ചടി ഉടനെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ അടിയന്തര സാഹചര്യത്തിന്റെ സൂചന നൽകി റഷ്യ സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷിംല സന്ദർശനം റദ്ദാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും. മെയ് 9 നടക്കാനിരിക്കുന്ന റഷ്യയുടെ വിക്ടറി ഡേ ആഘോഷങ്ങൾ പങ്കെടുക്കാനുള്ള റഷ്യൻ യാത്രയാണ് പ്രധാനമന്ത്രി റദ്ദാക്കിയത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയെ റഷ്യ തോൽപ്പിച്ചതിന്റെ 80ാം വാർഷികാഘോഷത്തിൽ നരേന്ദ്രമോദി മുഖ്യാതിഥിയായിരുന്നു. മെയ് 5 മുതൽ 9 വരെ നടത്താനിരുന്ന ഷിംല സന്ദർശനമാണ് രാഷ്ട്രപതി മാറ്റിവെച്ചത്. അടിയന്തര സാഹചര്യത്തിന്റെ സൂചന നൽകുന്നതാണ് പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ വ്യോമമേഖല അടച്ച് കടുത്ത നടപടിയുമായി ഇന്ത്യ. പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തതും പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നതും പാകിസ്ഥാൻ ഉടമകളുള്ളതും പാകിസ്ഥാൻ വിമാന കമ്പനി ലീസിനെടുത്തുമായ വിമാനങ്ങൾക്കാണ് വിലക്ക്. പാക് സൈനിക വിമാനങ്ങൾക്കും നിരോധനമുണ്ട്. എന്നാൽ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ല. പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളെ ജീവനോടെ പിടികൂടാൻ ശ്രമിക്കണമെന്ന് സൈന്യത്തിനും പോലീസിനും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഭീകരർ എത്തിയത് പാകിസ്ഥാനിൽ നിന്നാണെന്നും തീവ്രവാദത്തിന് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നുവെന്നും ലോകത്തിനു മുന്നിൽ തെളിവ് അവതരിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പഹൽഗാമിൽ നിന്നും 40 കിലോമീറ്റർ മാറി വനപ്രദേശ സൈന്യവും പോലീസും ഭീകരർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് തക്കതായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഹൽഗാമിലെ ഭീകരാക്രമണം മനുഷ്യരാശിക്ക് മേലുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞ അദ്ദേഹം കൊല്ലപ്പെട്ട മലയാളി രാമേന്ദ്ര മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. 2015 കേരള സർക്കാർ അദാനി ഗ്രൂപ്പുമായി പൊതുമേഖലാ സ്വകാര്യ പങ്കാളിത്ത മോഡൽ വിഴിഞ്ഞം തുറമുഖം വികസിക്കാൻ കരാർ ഒപ്പുവെച്ചത്. 2024 ജൂലൈ 13 ട്രയൽ റൺ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖം 2024 ഡിസംബർ 3 വാണിജ്യാടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനോടകം 246 കണ്ടെയ്നർ കപ്പലുകൾ തുറമുഖം കൈകാര്യം ചെയ്തു. ആകെ വരുമാനമായി 243 കോടി രൂപയാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിലെത്തുന്നതിന്റെ ഭാഗമായി ഇന്നും നാളെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും നാളെ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുമാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം വേണ്ടെന്നും ഈ നാടിനാകെ അതിന്റെ ക്രെഡിറ്റ് ഉണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. നേരത്തെ കല്ലിട്ടതുകൊണ്ട് കാര്യമുണ്ടോ എന്നും കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചോദിച്ചു. പുലിപ്പല്ല് മാലയുമായി ബന്ധപ്പെട്ട കേസിൽ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേണന് പെരുമ്പാവൂർ കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണവുമായി വേണൻ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ജാമ്യം ലഭിക്കുന്നതിൽ നിർണായകമായി. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ലഹരി കേസിലും പുലിപ്പല്ല് കേസിലും റാപ്പർ വേടനെതിരായ നിയമ നടപടിയിലും തുടർന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലും മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി കേസുകൾ പിന്നോക്കമെന്നോ മുന്നോക്കമെന്നോ ഇല്ലെന്നും ലഹരിക്കെതിരായ നടപടിയുടെ ഭാഗമാണെന്നും അതുപോലെ തന്നെ ശക്തമായി തുടരുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം പുലിനകം പോലുള്ള വിഷയങ്ങൾ അവധാനതയോടെ കൈകാര്യം ചെയ്യണമെന്നും വേടന്റെ പുലിപ്പല്ല് കേസിനെ സൂചിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുലിപ്പല്ല് കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രതികരണമായി റാപ്പർ വേടൻ. പുകവലിയും മദ്യപാനവും ശരിയായ ശീലമല്ലെന്നും എല്ലാം മാറ്റി നല്ലൊരു മനുഷ്യനാകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും വേടൻ പ്രതികരിച്ചു. കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തന്നെ കേൾക്കുന്നവർ ലഹരിയുടെയും മദ്യത്തിന്റെയും വഴി സ്വീകരിക്കരുതെന്നും ആവശ്യപ്പെട്ടു. തിരുത്താനുള്ള ശ്രമത്തിലാണ് താനെന്നും തിരുത്തുമെന്നും വേടൻ വ്യക്തമാക്കി. റാപ്പർ വേടന്റെ അറസ്റ്റ് അസാധാരണത്തെ സൃഷ്ടിച്ച് ദൗർഭാഗ്യകരമാണെന്നും വേടൻ രാഷ്ട്രീയ ബോധ്യമുള്ള മികച്ച കലാകാരനാണെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ. അറസ്റ്റിനുണ്ടായ സാഹചര്യം തിരുത്തി വേടൻ തിരിച്ചു വരേണ്ടതെന്നും ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പ്രതികരിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അർത്ഥപൂർണ്ണമായി തന്റെ സർവീസ് കാലഘട്ടത്തെ മാറ്റാൻ ശാരദ മുരളീധരന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളുടെ പല മേഖലകളിൽ നിന്നും മാറ്റി നിർത്താനുള്ള വ്യഗ്രത കാണിക്കുന്ന സമൂഹത്തിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് ഒപ്പമാണെന്നും മുന്നിലാണെന്നും തെളിയിച്ചാണ് ശാരദ വിരമിക്കുന്നതെന്നും സാമൂഹ്യമായ ദോഷങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എച്ച് വെങ്കടേഷിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. നിലവിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം DGP സ്ഥാനക്കയറ്റത്തോടെ ഫയർഫോഴ്സ് മേധാവിയായി പോകുന്നതിലാണ് വെങ്കടേഷിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി നിയമിച്ചത്.
തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ അച്ഛനെയും അമ്മയും കസ്റ്റഡിയെടുത്തു പോലീസ്. സുഗാന്തിനെ ഇനിയും കണ്ടെത്താനായ സാഹചര്യത്തിലാണ് പോലീസിന്റെ നീക്കം. കേസിൽ അച്ഛനും അമ്മയും പ്രതികളല്ലെന്നും ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയെടുത്തെന്നാണ് വിവരങ്ങൾ. ആഭ്യന്തരം, വനം, വന്യജീവി, ഗതാഗതം, എക്സൈസ് എന്നീ വകുപ്പുകളിലെ യൂണിഫോം ഫോംഡ് ഫോഴ്സിലെ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉന്ത്യപലിന്റെ പേരുള്ള അയോഗ്യത ഒഴിവാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതത് വകുപ്പിൽ വിശേഷാൽ ചട്ടങ്ങൾ പ്രസ്തുത വ്യവസ്ഥ നിലവിലുണ്ടെങ്കിൽ ഭേദഗതി ചെയ്യുന്നതിന് അനുമതി നൽകിയിട്ടുമുണ്ട്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ ആദിവാസി ബാലൻ ഗോകുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ CBI അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഗോകുലിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെയാണ് CBI അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തത്. കോട്ടയം അയർക്കുന്നത്ത് പിഞ്ചുകുഞ്ഞുങ്ങളുമായി യുവതി ആത്മഹത്യ സംഭവത്തിൽ ഭർത്തൃപിതാവും അറസ്റ്റിൽ. മരിച്ച ജിസ്മോളുടെ ഭർത്താവ് നീറക്കാട് സ്വദേശി ജിമ്മിയുടെ പിതാവ് തോമസ് എന്നിവരെയാണ് അറസ്റ്റ്. ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം, ഗാർഹികപീഡനം എന്നീ വകുപ്പുകൾ ചുമത്തി. കൊച്ചി നഗരസഭയിലെ ബിൽഡിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥ സ്വപ്ന കൈക്കൂലി പണവുമായി വിജിലൻസ് പിടിയിൽ. കെട്ടിട പെർമിറ്റ് നൽകുന്നതിനാവശ്യപ്പെട്ട കൈക്കൂലി മേടിക്കവെയാണ് സ്വപ്ന വലയിലായത്. വെറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആണ് സ്വപ്ന. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകാൻ 15,000 രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. കൈക്കൂലി കിട്ടാൻ ജനുവരിയിൽ നൽകിയ അപേക്ഷ 4 മാസം സ്വപ്ന പിടിച്ചുവെച്ചതായി വിജിലൻസ് കണ്ടെത്തി. തൃശൂർ സ്വദേശി സ്വപ്ന കുടുംബവുമായി നാട്ടിലേക്ക് പോകും വഴി പൊന്നുരുന്നിയിൽ വെച്ച് പരാതിക്കാരനിൽ നിന്ന് കൈക്കൂലി വാങ്ങുമ്പോഴാണ് വിജിലൻസിന്റെ പിടിയിലായത്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ശക്തമായ തിരിച്ചു നൽകണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാകിസ്ഥാൻ വ്യോമപാത അടച്ചിടാൻ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ആഴ്ചയിൽ 77 കോടി രൂപയുടെ അധിക ചെലവ് നേരിടേണ്ടി വന്നേക്കുമെന്ന് റിപ്പോർട്ടുകൾ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടനുസരിച്ച് പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ മടങ്ങി. ഇന്ത്യയിലുണ്ടായിരുന്ന 20 നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് സമയപരിധി അവസാനിച്ചതോടെ പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയത്. ദേശീയ സുരക്ഷാ ഉപദേശ ബോർഡ് കേന്ദ്രം പുനഃസംഘടിപ്പിച്ച് മുൻ റോ മേധാവി അലോക് ജോഷി ചെയർമാനാവും. വിരമിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരും IFS ഉദ്യോഗസ്ഥരുമടക്കം 7-അംഗ സമിതി രൂപീകരിച്ചു. പഹൽഗാം ഭീകരാക്രമണം അത്യധികം അസ്വസ്ഥജനകവും ദുരന്തപൂർണവുമാണെന്ന് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇന്ത്യയോട് ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഇമ്രാൻഖാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ത്യ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്തായി. IPL ഇന്നലെ നടന്ന പഞ്ചാബ് കിങ്സിനെതിരെ മത്സരത്തിൽ 4 വിക്കറ്റ് പരാജയപ്പെട്ടോടെയാണ് ചെന്നൈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ആദ്യ ടീമായത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് നടത്തിയ ചെന്നൈ 47 പന്തിൽ 88 റൺസ് നേടിയ സാം കറന്റെ മികവിൽ 19.2 ഓവറിൽ 190 റൺസ് എടുത്ത് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബ് 19.4 ഓവറിൽ 6 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 41 പന്തിൽ 72 റൺസ് എടുത്ത ശ്രേയസ് അയ്യരുടെയും 36 പന്തിൽ 54 റൺസ് എടുത്ത പ്രഭ്സ്മാൻ സിംഗിന്റെയും ഇന്നിംഗ്സുകളാണ് പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിച്ചത്. 10 കളിൽ നിന്ന് 13 പോയിന്റ് ലഭിച്ച പഞ്ചാബ് പോയിന്റ് പട്ടിക നിലവിൽ 2ാമതാണ്. ഇതുവരെ കളിച്ച 10 കളിൽ വെറും 2 കളികൾ മാത്രമാണ് ചെന്നൈക്ക് ജയിക്കാനായത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.